മക്കളെ, അപ്പോൾ നമ്മളുടെ ഓണം എക്സാമിൻ്റെ കൗണ്ട് ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പം ഏകദേശം പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട മിസ് എങ്ങനെയാണ് അറിഞ്ഞതെന്നുള്ളത്, അതായത് നമ്മളുടെ എക്സാമിൻ്റെ ഓഫീസിലേക്ക് ഒത്തിരി കോൾസ് ആണ് വരേണ്ടത്. ഇനി ബാച്ചിൽ അഡ്മിഷൻ എടുത്താൽ പഠിക്കാൻ വേണ്ടി പറ്റുമോ, ഇനി ബാച്ചിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുമോ, ഫുൾ കവർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒത്തിരി കോൾസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നിങ്ങൾ ഏകദേശം ആ ഒരു എക്സാം ചൂടിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളത്. കാരണം നമ്മൾ ഈ കൗണ്ട് ഡൗൺ ഇപ്പോൾ 30 ദിവസത്തേക്കുള്ള കൗണ്ട് ഡൗൺ കൂടി നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മൾ ഓഗസ്റ്റ് 18 നമ്മളുടെ എക്സാം ആണ്. അപ്പം നമുക്ക് പറയാനാണെങ്കിൽ ഈ 30 ദിവസം അല്ലെങ്കിൽ ഒരു മാസം നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അല്ലേ? ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതിൽ തന്നെ നമ്മളുടെ ലാസ്റ്റ് 1 വീക്ക്, എക്സാം തുടങ്ങുന്നതിന് ഒരു ലാസ്റ്റ് 1 വീക്ക് നമ്മൾ എന്തായാലും എന്തിനു വേണ്ടിയിട്ട് മാറ്റിവെക്കണം, റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനുമായിട്ട് നമ്മുടെ എക്സാമിനർ വരുന്നുണ്ട്. ഓക്കെ, തിങ്കളാഴ്ച കറക്റ്റ് 7:30 15 ഡേയ്സ് സ്റ്റഡി മിഷനാണ്. അപ്പം എൻ്റെ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യണം, അന്ന് വൈകിട്ടുള്ള ലൈവിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ എക്സാമിനറിൻ്റെ ഒരേ ബാച്ചിൽ ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് ഇപ്പം കഴിഞ്ഞ ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ്റെ ലൈവിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്പ് ആവുന്ന ഒരു കാര്യമായിരിക്കും 1 ഷോട്ട് ക്ലാസ്സുകൾ. അതായത് കുറച്ച് സമയം കൊണ്ട് വേഗം വേഗം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നമുക്കിനി സമയം കളയാൻ ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം, ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ വീണ്ടും ക്ലാസ് കണ്ട് സമയം കളയാതെ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിന്റെ നോട്ട്സ് വായിച്ചു നോക്കാം. അപ്പം നമ്മുടെ ബാച്ചിൽസിന് നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. കാരണം ഇപ്പം ഇത്രയും കാലം ഡിലേ ആക്കി വെച്ചിട്ടുള്ള പല ആൾക്കാരും പല മക്കളും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇനിയും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെല്ലാവരും കുറച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിലാകും. അപ്പം അങ്ങനെ ഒന്നും വരുത്താതിരിക്കുക. നിങ്ങളുടേതായിട്ടുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ എങ്ങനെയാലും കുഴപ്പമില്ല, പഠിച്ചു തുടങ്ങാം. ഇനി അതിനൊരു കറക്റ്റ് പ്ലാൻ അറിയില്ല, ബസ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല, അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ ഒരേ ബാച്ചിൽ ജോയിൻ ചെയ്യാം. താഴെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി അതിനൊരു കറക്റ്റ് പ്ലാനും കാര്യങ്ങളൊന്നും ആണ് നിങ്ങൾക്ക് കിട്ടാത്തത് എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 15 ദിവസത്തെ സ്റ്റഡി മിഷനുമായിട്ട് നമ്മുടെ എക്സാമിനർ വരുന്നുണ്ട് തിങ്കളാഴ്ച. അപ്പം ഈ ഒരു കാര്യം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരെയും കൂട്ടിക്കൊണ്ട് കറക്റ്റ് ദിവസം നമ്മുടെ ചാനലിൽ ലൈവിൽ വരിക. അതുപോലെ തന്നെ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഒരേ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി.